എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാളം സിനിമയിൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം സിനിമകൾ റിലീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ റിലീസ് ഒരു പ്രഹസനമാവുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. പ്രേക്ഷക പ്രീതി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പല സിനിമകളെയും പുതിയ കാലഘട്ടത്തിൻ്റെ രീതിക്കനുസരിച്ച് ചെയ്യുന്നത് എന്നാണ് അണിയറക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, അൻവർ, വല്യേട്ടൻ, ആവനാഴി തുടങ്ങിയ ചിത്രങ്ങളാണ്. ഇനി റിലീസ് ചെയ്യപ്പെടാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റും വളരെ കൂടുതലാണ്. അതിലും പ്രേക്ഷക പ്രീതി ഏറെയുള്ള പല സിനിമകളും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്നിരുന്നാലും ഇത്രയധികം സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും ഇതിൽ എത്ര എണ്ണം സാമ്പത്തികമായി വിജയം നേടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ സിനിമയെ പുതിയ കാലഘട്ടത്തിൻ്റെ രീതിയിലേക്ക്, പ്രത്യേകിച്ചും 4K ചെയ്ത് റീമാസ്റ്റർ ചെയ്യണം. ഓഡിയോ മുതൽ എല്ലാ കാര്യങ്ങളിലും അത്തരത്തിലുള്ള മികവ് പുലർത്തണം. ഇത്തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തുക തന്നെ ചിലവാകും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യവുമാണ്, വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പോൾ ഒരു സിനിമ എന്തിനാണ് റിലീസ് ചെയ്യുന്നത്? ഒരു കാലഘട്ടത്തിൽ പ്രേക്ഷക പ്രീതി നേടിയ ഒരു സിനിമ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് വളരെയേറെ സാധ്യതകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു കാലത്ത് ഈ സിനിമ ചരിത്രം സൃഷ്ടിച്ചതായിരിക്കാം. എന്നിരുന്നാൽ പോലും പുതിയ കാലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഓഡിയൻസ് അത് ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പണ്ടിറങ്ങിയ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇനിയും കാണണമെന്ന് നമുക്ക് ഒരാഗ്രഹം തോന്നണം. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആരാധകരുണ്ടാവുകയും ആ സിനിമയെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കണം ഇത്തരത്തിൽ റിലീസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. എന്നാൽ മലയാള സിനിമയിൽ ഇതിനോടകം റിലീസ് ചെയ്ത സിനിമകളിൽ എത്ര എണ്ണം സാമ്പത്തികമായി വിജയം നേടി എന്നുള്ളത് കൂടി ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ഫടികം റിലീസ് ചെയ്യപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. സ്ഫടികം ഒരു തവണ കൂടി തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ഒരുപാട് കമൻറ്റുകൾ ഈ സിനിമയെ സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വീഡിയോകളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമകളുടെ വീഡിയോസൊക്കെ അതാത് കമ്പനികൾ പുറത്തിറക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിൽ സ്ഫടികം എന്ന സിനിമ റിലീസ് ചെയ്യപ്പെടുമ്പോൾ അതിലേക്ക് കഴിവിൻ്റെ പരമാവധി മികവ് പുലർത്തുകയും പോരാത്തതിന് അനാവശ്യമായി ചില ഷോട്ടുകൾ ആഡ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഏറ്റവും തോന്നിയ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒപ്പം ഗാനങ്ങളൊക്കെ പുതിയ രീതിയിൽ അതിനെ അവതരിപ്പിക്കാനും ശ്രമിച്ചു. എന്നാൽ പഴയതിൻ്റെ മികവ് തന്നെയാണ് ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടമായതെന്ന് റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം വളരെയധികം ചർച്ചകൾ ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇക്കൂട്ടത്തിൽ ആദ്യം റിലീസ് ചെയ്തതും സ്ഫടികം തന്നെയാണ്. സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഏകദേശം 4 കോടിയിലധികം രൂപ റീകളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം പ്രേക്ഷക പ്രീതി ആ സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് റിലീസ് ചെയ്യപ്പെട്ടത് ദേവദൂതൻ എന്ന സിനിമയായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്ത കാലഘട്ടത്തിൽ തിയേറ്ററിൽ വൻ പരാജയം നേരിടുകയും എന്നാൽ പിന്നീട് ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ സിനിമയ്ക്ക് വളരെയേറെ ആരാധക പക്ഷം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ TV-യിൽ കാണുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഓഡിയൻസിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഈ സിനിമയുടെ ഓരോ ചർച്ചകൾ ഉണ്ടാവുന്ന സമയങ്ങളിലും ഈ സിനിമ ഒന്നുകൂടി തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഓഡിയൻസ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ചും ഈ സിനിമയുടെ ഗാനങ്ങളും വിഷ്വൽസും ഒക്കെ വളരെയധികം ഡിഫറൻ്റ് ആയിരുന്നു. മാത്രവുമല്ല ഈ സിനിമ കൈകാര്യം ചെയ്ത ഒരു ജോണറും അതിനേക്കാൾ ഉപരി ഈ സിനിമയിലെ പ്രകടനങ്ങളുമൊക്കെ അന്തകാലത്ത് ചെയ്തു വെച്ചതിനെ വീണ്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഓഡിയൻസ് വല്ലാതെ ആഗ്രഹിക്കുകയും പിന്നീട് സംവിധായകനും സംഘവും ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ ദേവദൂതൻ റിലീസ് ചെയ്യപ്പെടുമ്പോൾ വളരെയധികം ക്വാളിറ്റിയോടുകൂടി എന്നാൽ ഒരിക്കൽ പരാജയപ്പെട്ട ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളത് പോലും വകവയ്ക്കാതെയായിരുന്നു ദേവദൂതന് വീണ്ടും ഒരു സ്വീകാര്യത ഒരുക്കിയത്. പക്ഷേ അന്ന് ഈ സിനിമയ്ക്ക് കിട്ടാതെ പോയ ഒരു സ്വീകാര്യതയുടെ ഇരട്ടി ഈ കാലത്ത് റിലീസ് ചെയ്തപ്പോൾ കിട്ടി എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായ കാര്യം. എന്നാൽ പ്രേക്ഷകർക്ക് അതിനേക്കാൾ വളരെയധികം ആ സിനിമയോടുണ്ടായിരുന്ന ഒരു ഇഷ്ടം തിയേറ്ററിൽ അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതുമാണ്. പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെ ആ കഥാപാത്രവും അതിലുണ്ടായിരുന്ന ചില ഗാനങ്ങളുമൊക്കെ പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരമാണ്. തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അത് തിയേറ്ററിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതിൽ പ്രേക്ഷകർ വളരെയധികം സന്തുഷ്ടരായിരുന്നു.
ഏതാണ്ട് 5 കോടിയിലധികം രൂപയാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തത്. കഥാപരമായ വ്യത്യാസം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും പിന്നീട് കൾട്ടായി മാറിയ ഒരു സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്. ഈ സിനിമയെക്കുറിച്ച് പലപ്പോഴും പല തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയുള്ള ചർച്ചകൾ പോലും ഈ സിനിമയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പിൽക്കാലത്ത് ഈ സിനിമ പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തിരുന്നെങ്കിലും മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ ഒരു ക്വാളിറ്റി മറ്റൊരു ഭാഷയിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായ ഒരു കാര്യം. മറ്റു തരത്തിലേക്കൊക്കെ ഈ സിനിമയെ അവതരിപ്പിക്കാൻ ശ്രമിച്ചോ അവിടെയൊക്കെ വിജയം നേടിയെങ്കിലും മണിച്ചിത്രത്താഴ് അതിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് പറയേണ്ടത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അഭിനേതാക്കളുടെ പ്രകടനവും തിരക്കഥയുടെ കാമ്പും അവതരണ ശൈലിയുടെ ഗുണമേന്മയും ഒക്കെ തന്നെയായിരുന്നു ഈ സിനിമയെ എന്നും വേറിട്ട് നിർത്തിയത്. ഗാനങ്ങൾക്കൊപ്പം തന്നെ ഈ സിനിമ മറ്റൊരു തരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അതെന്നും കൗതുകമായിരുന്നു. കോമഡിയും ഹൊററും എല്ലാം ഒന്നിച്ചു ചേർന്ന് അതിനുള്ളിലെ മിസ്റ്ററി എന്നും ഓഡിയൻസിന് ഇഷ്ടമുള്ളതായിരുന്നു. അഭിനേതാക്കളുടെ കോമഡികൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണെങ്കിലും അതിനൊപ്പം തന്നെ ശോഭന എന്ന നടിയുടെ കഥാപാത്രത്തിൻ്റെ ഡിഫറൻസും ഒക്കെ മനസ്സിലാക്കിയ ഓഡിയൻസ് വീണ്ടും ഈ സിനിമ കാണുമ്പോൾ അതിനെ മറ്റൊരു തലത്തിലേക്കായിരുന്നു കൊണ്ടെത്തിച്ചുകൊണ്ടിരുന്നത്. ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷവും വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് അത്രയധികം പ്രാധാന്യം പ്രേക്ഷകർ കൊടുത്തു, അല്ലെങ്കിൽ അതിനത്രയും സ്വീകാര്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തിയേറ്ററുകളിൽ മണിച്ചിത്രത്താഴ് കാണാൻ വീണ്ടും ഓഡിയൻസ് എത്തിയപ്പോൾ അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നത് ഈ സിനിമയിലെ പല മിസ്റ്ററികളെയും അവർ ലെയർ ബൈ ലെയറായിട്ട് തിരിച്ച് കാണാൻ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ്. അതുതന്നെയാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം. ഏകദേശം 4 കോടിയോളം രൂപയ്ക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്യുകയുണ്ടായി. പിന്നീട് മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. വളരെ വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഇറങ്ങിയ ഒരു സിനിമ. അതിനെ വീണ്ടും റിലീസ് ചെയ്യാനുണ്ടായ പ്രധാന കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. റിലീസുകളുടെ കൂട്ടത്തിലേക്ക് ഇതും കൂടി ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയിക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കണം പാലേരി മാണിക്യത്തിൽ സംഭവിച്ചത്. എന്നാൽ ഈ സിനിമയിൽ അത്രയധികം കണ്ടു പരിചയിക്കാനോ അല്ലെങ്കിൽ അത്ഭുതപ്പെടാനോ അത്ഭുതം കൂറാനോ ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന ഒരു കഥാപാത്രത്തിനെ മാത്രം ബേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ സിനിമയ്ക്ക് അന്നും ഇന്നും നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതിനെ കളഞ്ഞു കുളിക്കുന്ന തരത്തിലായിരുന്നു റിലീസ് വന്നപ്പോൾ പ്രേക്ഷകരുടെ സ്വീകാര്യത. തീർത്തും തിയേറ്ററുകളിലെങ്ങും പ്രേക്ഷകർ എത്താതെ പോയി എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യവുമാണ്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയായിരുന്നു അൻവർ എന്ന സിനിമയുടെ റിലീസിംഗ്. എന്തിനാണ് അൻവർ എന്ന സിനിമ റിലീസ് ചെയ്തത്? അതിൻ്റെ സ്റ്റൈലിഷ് മേക്കിംഗ് കാണിക്കുവാൻ വേണ്ടിയിട്ടാണോ, അതോ സിനിമയുടെ എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റിയെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണോ? പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനില്ലാത്ത, എന്നാൽ ഒരു ആക്ഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ, ഒരു സ്റ്റൈലിഷ് ത്രില്ലർ മൂവി എന്നുള്ള രീതിയിൽ കാണാവുന്ന ഒരു സിനിമ. അതിനെ റിലീസ് ചെയ്യാൻ മാത്രം എന്ത് പ്രത്യേകതയായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇറങ്ങിയ സമയത്ത് ഈ സിനിമ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു എന്നുള്ളതാണെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ പ്രേക്ഷകർ അതിനെ സ്വീകരിച്ചു. പക്ഷേ പിൽക്കാലത്ത് ഇതിനെ റിലീസ് ചെയ്ത് അത്രയധികം ക്വാളിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് ഓഡിയൻസ് അത്രമാത്രം കാത്തിരുന്ന ഒരു സിനിമയാണോ? ഇതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. വല്യേട്ടൻ്റെ റിലീസ് അത്യാവശ്യം ഓഡിയൻസിന്റെ മുന്നിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി തുടക്കത്തെ 2 ദിവസം മാത്രമായിരുന്നു അതിന് ആരാധകരുണ്ടായിരുന്നത്. 2 ദിവസം പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുകയും അതിനേക്കാൾ ഉപരി ഈ ഒരു സിനിമ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൈരളി എന്ന ചാനലിൽ നിരന്തരമായി പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമയിൽ പ്രത്യേകിച്ചൊരു കൗതുകം ഓഡിയൻസിന് ഉണ്ടായിരുന്നില്ല. കാരണം ടി വിയിൽ എപ്പോൾ വെച്ചാലും വല്യേട്ടൻ്റെ ഏതെങ്കിലുമൊക്കെ രംഗം നമ്മൾ കണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വരുന്ന ആ രംഗങ്ങളെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ടതൊന്നും ഈ സിനിമയിൽ ലഭ്യമായിരുന്നില്ല. വല്ലപ്പോഴുമൊക്കെയാണ് ടി വിയിൽ നമ്മൾ ഈ സിനിമ കാണുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആഗ്രഹിക്കാം, മമ്മൂക്കയുടെ ഒരു കിടിലൻ കഥാപാത്രം നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് തിയേറ്ററിലേക്ക് എത്താമായി. എന്നാൽ ദിവസവും ഒരേ ചാനലിൽ തന്നെ നിരന്തരമായി ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് എന്ത് കൗതുകമാണ് ഈ സിനിമയുടെ മേൽ ഉണ്ടാവുക? അത് ഞങ്ങൾ ടി വിയിൽ കണ്ടാൽ പോരെ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കും. ആവനാഴി എന്ന സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപിറങ്ങി മമ്മൂട്ടി എന്ന നടൻ സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായി പോകും എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ആവനാഴി എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കി വിടുന്നത്. ആ സമയത്ത് ശൗര്യക്കാരനും കോപാകുലനുമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ ചടുലത കാണിച്ചുകൊണ്ട് മമ്മൂട്ടി എന്ന നടന്റെ ഗംഭീര പ്രകടനം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ആവനാഴി എന്ന സിനിമ ഇൻഡസ്ട്രിയിൽ ഹിറ്റടിക്കുകയും ചെയ്തു. എന്നാൽ ആ സിനിമ പിൽക്കാലത്തേക്ക് ഓഡിയൻസിന് വേണ്ടി എന്തായിരുന്നു കാത്തുവച്ചിരുന്നത്? അതും അവിടെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഈ സിനിമയുടെ സൗണ്ട് ക്വാളിറ്റി പോലും കൃത്യമായ രീതിയിലേക്ക് ഡോൾബി അറ്റ്മോസിലേക്ക് പോലും എത്തിയില്ല എന്ന് ഓഡിയൻസിൽ പല ആൾക്കാരും പറഞ്ഞു കേട്ടിരുന്നു. ഈ സിനിമ കാണാൻ മറ്റുള്ളവർ ഷോയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ സിനിമ കാണാനും സാധിച്ചില്ല. പക്ഷേ
ഈ സിനിമ റീ റിലീസ് ചെയ്തതിൽ എത്ര പേർക്ക് ലാഭമുണ്ടായി എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി സംവിധായകരോടും ഈ റീ റിലീസ് ചെയ്യാനിരിക്കുന്ന വ്യക്തികളോടും ഒന്ന് പറയട്ടെ, നിങ്ങൾ ഒരു സിനിമ റീ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സിനിമയ്ക്ക് അത്രയേറെ പ്രേക്ഷക പ്രീതി ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ കാണാൻ സാധിച്ചെങ്കിലെന്ന് ഏതെങ്കിലുമൊക്കെ പ്രേക്ഷകർ പറയുന്നത് മുഖവുരക്കെടുക്കുക. അത്തരത്തിൽ ഓരോ സിനിമകളെയും അവർ സമീപിക്കുന്നത് ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ പണ്ടൊരു കാലത്ത് ഞങ്ങൾ ഹിറ്റടിച്ചതാണ്, ഇതിനെ ഞങ്ങൾ പുതിയ മികവിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളുടെ മുന്നിലുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല, കാമ്പുമില്ല. ഇന്നത്തെ കാലത്തെ ഓഡിയൻസിനെ സംബന്ധിച്ച് ഒരു മൊബൈലിൽ 1 മിനിറ്റുള്ള ഒരു വീഡിയോ പോലും തികച്ചു കാണാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് നമ്മളിൽ ഏറെ ആൾക്കാരും. അത്തരത്തിലുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് വർഷങ്ങൾക്ക് മുൻപിറങ്ങി അതിനേക്കാൾ ഉപരി TV ചാനലുകളിൽ പലപ്പോഴായി നമ്മൾ കണ്ടുമറന്ന പല സിനിമകളുമുണ്ട്. ഈ സിനിമകളൊക്കെ ഓഡിയൻസ് വീണ്ടും തിയേറ്ററിലേക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ ആ സിനിമയെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഇത്തരത്തിൽ റീ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ടിക്കറ്റ് റേറ്റ് സാധാരണയിൽ നിന്നും വളരെ കുറച്ച് കൊടുക്കാൻ കൂടി ആലോചിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ഒരു സിനിമ തിയേറ്ററിലേക്ക് കാണാൻ വരുമ്പോൾ ചിലവാകുന്ന തുകയുടെ കണക്കെടുക്കുമ്പോൾ അത് വളരെ വലുതാണ്. അത്തരത്തിൽ റീ റിലീസുകൾക്ക് വേണ്ടി ഇത്രയും പണം മുടക്കാൻ ഒരു ഓഡിയൻസ് തയ്യാറാകുമോ എന്നുള്ളത് വീണ്ടും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് വിരൽത്തുമ്പിൽ ഏത് കണ്ടന്റും നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. മാത്രവുമല്ല, ഓഡിയൻസിൻ്റെ ഒരു കാഴ്ചപ്പാട് വളരെയധികം മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഓരോ സിനിമകളും റീ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ ടിക്കറ്റ് റേറ്റ് ഇത്രയും ആകുമ്പോൾ പുതിയൊരു സിനിമ കണ്ടാൽ പോരെ, ഇത് വീണ്ടും തിയേറ്ററിൽ തന്നെ കാണേണ്ട ആവശ്യമുണ്ടോ, TV ചാനലിൽ കണ്ടാൽ പോരെ എന്ന് ചിന്തിക്കും. മാത്രവുമല്ല, OTT പോലുള്ള എല്ലാ സാധ്യതകളും അവൈലബിൾ ആകുമ്പോൾ അതിൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുമ്പോൾ കണ്ടു മറന്നൊരു കഥയ്ക്ക് അത്രയേറെ പ്രാധാന്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിയൻസ് തിയേറ്ററുകളിലേക്ക് എത്തൂ. ഇത്തരത്തിലുള്ള കാര്യം കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ റീ റിലീസുകളുടെ എണ്ണം കുറയും. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഇന്ന് റീ റിലീസ് എന്ന് പറയുന്നത് ഒരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സിനിമ റീ റിലീസ് ചെയ്യുകയാണ്, ഞങ്ങളുടെ സിനിമ റീ റിലീസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുത്ത് വീണ്ടും വീണ്ടും ആൾക്കാരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാമെന്ന വ്യാമോഹമൊന്നും വേണ്ട. കാരണം അത്രയേറെ കണ്ടന്റുകൾ ഇന്ന് അവരുടെ മുന്നിൽ ലഭ്യമാണ്. ഈ സാഹചര്യത്തിൽ പഴയൊരു സിനിമ അല്ലെങ്കിൽ ഒരു 30 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഒരു സിനിമയെ വീണ്ടും കാണാൻ വരും എന്ന് ചിന്തിക്കണമെങ്കിൽ അവിടെ അവന് അത്രയേറെ കൗതുകകരമായ കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതാണ്. വഴിയെ പോകുന്ന നഷ്ടങ്ങളെ എന്തിനാണ് പിടിച്ചു മേടിച്ച് വെക്കുന്നത് എന്നുള്ളത് കൂടി പ്രേക്ഷകൻ എന്നുള്ള ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു ചോദ്യം മാത്രമാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെയും ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റീ റിലീസ് എന്ന പ്രഹസനത്തെ നിങ്ങൾക്ക് നിർത്താനാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ച് പല കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും എന്നുള്ളത് കൂടി പറയുന്നു. ഇനിയും ഏറെ സിനിമകൾ റീ റിലീസ് ചെയ്യാനുണ്ട്. അവരോടെല്ലാം കൂടി ചേർത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഞങ്ങൾ പണ്ട് ആനപ്പുറത്ത് കയറി പിന്നിൽ തഴമ്പുണ്ടായവരാണ്, അതുകൊണ്ട് ആ തഴമ്പ് കാണാൻ നിങ്ങളെ വീണ്ടും വിളിക്കുന്നു, നിങ്ങൾ വീണ്ടും വന്ന് അത് കാണുക എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് അത് സ്വീകാര്യമാകാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസും റിവ്യൂസും റോസ്റ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും